93ാമത് ശിവഗിരി സമ്മേളനത്തിന് കഴിഞ്ഞ ദിവസമായിരുന്നു തുടക്കമായത്. ഇന്ന് വിശ്വാസ സംഗമം നടക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആണ് വിശ്വാസ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത്. കർണാടക മുഖ്യമന്ത്രിയാണ് വിശിഷ്ട അതിഥിയായി പങ്കെടുക്കുന്നത്. ദേവസ്വം മന്ത്രി VN വാസവൻ, SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ തുടങ്ങിയവരെല്ലാം തന്നെ ഈ ചടങ്ങിൽ സാക്ഷ്യം വഹിക്കുന്നുമുണ്ട്. ശിവഗിരിയിൽ നിന്നുമുള്ള തത്സമയ ദൃശ്യങ്ങളിലേക്കാണ് ന്യൂസ് ടൈംസ് ആദ്യം പോകുന്നത്. അനുമതി നൽകിയപ്പോൾ ശിവഗിരി തീർത്ഥാടകർക്ക് ദിശാബോധമുണ്ടാകുന്നതിന് വേണ്ടി, ലക്ഷ്യബോധമുണ്ടാകുന്നതിന് വേണ്ടി ജീവിത വിജയം കരസ്ഥമാക്കുവാൻ ഉതകുമാറുള്ള അവസ്ഥാവിശേഷം സംജാതമാകണമെന്ന വലിയ കാഴ്ചപ്പാടോടുകൂടി 8 വിഷയങ്ങളെ സംബന്ധിച്ച് ഇവിടെ എത്തിച്ചേരുന്ന തീർത്ഥാടകർക്ക് അവബോധമുണ്ടാക്കണം എന്നാണ് ഗുരു പറഞ്ഞത്. തീർത്ഥാടന ലക്ഷ്യങ്ങളിൽ പ്രഥമ സ്ഥാനത്ത് ഗുരുദേവൻ പ്രതിഷ്ഠിച്ചത് വിദ്യാഭ്യാസത്തെയായിരുന്നു എന്നുള്ളതാണ്. നാം ഇന്നും അന്നും എല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമസ്ത പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും മൂലകാരണം എന്ന് പറയുന്നത് അജ്ഞാനമാണ്, അവിദ്യയാണ്. ജ്ഞാനത്തിന്റെ പ്രകാശത്തിലൂടെ മാത്രമേ അജ്ഞാനത്തെ മാറ്റി ജ്ഞാനം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിത വിജയം കരസ്ഥമാക്കുവാൻ കഴിയുള്ളൂ. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വിദ്യ നൽകുന്ന ജ്ഞാനത്തിലൂടെ ഭൗതികപരമായ ഔന്നത്യത്തിലേക്ക് പോകുവാൻ കഴിയും. വിദ്യ നൽകുന്ന വിവേകത്തിലൂടെ ആധ്യാത്മികപരമായ ഉയർച്ച കൈവരിക്കുവാൻ കഴിയും. അതുകൊണ്ട് ഭൗതികതയും ആത്മീയതയും സമന്വയിപ്പിച്ചുകൊണ്ട് വിദ്യാഭ്യാസത്തെ തീർത്ഥാടന ലക്ഷ്യങ്ങളിൽ പ്രഥമ സ്ഥാനത്ത് ഗുരുദേവൻ പ്രതിഷ്ഠിക്കുകയുണ്ടായി. തുടർന്നുള്ള ലക്ഷ്യങ്ങളിലേക്ക് നാം കണ്ണോടിക്കുമ്പോൾ ഇവിടുത്തെ മാനവ സമൂഹത്തിന്റെ ജീവിതഗന്ധികളായ എല്ലാ വിഷയങ്ങളിലേക്കും കടന്നു ചെന്നുകൊണ്ട് ആ വിഷയങ്ങൾക്ക് ശരിയായ മാർഗദർശനം നൽകി ശരിയായ ജീവിത അവബോധം നേടുക എന്നുള്ളതായിരുന്നു ഗുരുവിന്റെ കാഴ്ചപ്പാട്. അവസാനം ഗുരു പറഞ്ഞത് ശാസ്ത്ര സാങ്കേതിക വിദ്യയെ സംബന്ധിച്ച് തീർത്ഥാടകർക്ക് പറഞ്ഞു കൊടുക്കണം എന്നുള്ളതാണ്. ഇന്നേക്കൊരു നൂറ്റാണ്ടിന് മുമ്പ് ശാസ്ത്രവും സാങ്കേതിക വിദ്യയും അത്ര വളർന്നുയർന്ന് ഇല്ലാതിരുന്ന കാലഘട്ടത്താണ് ഗുരു പറഞ്ഞത് ശാസ്ത്ര സാങ്കേതിക വിദ്യയെ സംബന്ധിച്ചുള്ള അവബോധം ജനങ്ങൾക്കുണ്ടാക്കി കൊടുക്കണമെന്ന്. ശാസ്ത്രത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും അനുനിമിഷം വളരുന്ന, അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്ന വിദ്യകളെ, സാങ്കേതിക വിദ്യകളെ തീർത്ഥാടക സമൂഹത്തിന് പറഞ്ഞു കൊടുത്തുകൊണ്ട് അവർക്ക് ജീവിതത്തിൽ അത് എത്രമാത്രം പ്രയോജനകരമാക്കി കാണുവാൻ കഴിയും, സാധിക്കുവാൻ കഴിയും എന്നതിനെ സംബന്ധിച്ചുള്ള അവബോധം ഉണ്ടാക്കണം എന്ന് ഗുരു നിർദ്ദേശിക്കുകയുണ്ടായി. ഇങ്ങനെ നാം പരിശോധിക്കുമ്പോൾ ഗുരു ഉപദേശിച്ച എല്ലാ മാർഗങ്ങളും ഒരു യഥാർത്ഥ മനുഷ്യനെ സൃഷ്ടിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ യഥാർത്ഥ മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും പൊതുജീവിതത്തിലും എല്ലാം മാതൃകാപരമായി ജീവിതം കാഴ്ചവെക്കുവാൻ കഴിയണം. അതിലേക്കുള്ള ചർച്ചകൾക്കും ചിന്തകൾക്കും പഠനങ്ങൾക്കുമായി ശിവഗിരി തീർത്ഥാടനം മാറ്റപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വർഷത്തെ തീർത്ഥാടനത്തിന് ശിവഗിരി മഠവും തീർത്ഥാടന കമ്മിറ്റിയും ഈ തീർത്ഥാടന മഹാസമ്മേളനത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം നിർണയിച്ചുകൊണ്ട് ഇതുവരെ നടന്ന തീർത്ഥാടനക്കുള്ള നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള വളർച്ചയുടെ പങ്ക് എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ച ഈ തീർത്ഥാടക മഹാസമ്മേളനത്തിൽ നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ സ്വാഗത പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുക എന്നുള്ള എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കടമിലേക്ക് ഞാൻ കടക്കുകയാണ്. ഈ മഹാസമ്മേളനം ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരുകളാണ്. ഏതാണ്ട് ഒരു 10 പതിറ്റാണ്ട് കാലമായി ശിവഗിരി തീർത്ഥാടനത്തിൽ എത്തിച്ചേരുന്ന ഒരു തീർത്ഥാടകനായി എത്തിച്ചേരുന്ന വ്യക്തിത്വമാണ് ശ്രീ പിണറായി വിജയന്റേതെന്ന് സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഓരോ വർഷം വരുമ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിലെ ഡയറിയിൽ കുറിച്ചിടുന്ന 2 തീയതി എന്ന് പറയുന്നത്, ഒന്നാമത്തേത് ഗുരുദേവന്റെ ജയന്തി ദിനത്തിൽ ഗുരുവിന്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ചെമ്പഴന്തിയിൽ എത്തിച്ചേരുക, രണ്ടാമത്തേത് ശിവഗിരി തീർത്ഥാടനത്തിൽ എത്തിച്ചേരുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു കടമയായി, കർത്തവ്യമായി നിറവേറ്റി വരികയാണ്. ഞാനത് സൂചിപ്പിക്കുവാൻ കാരണം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ക്ലിപ്പ് ഹൗസിൽ
ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ തീർത്ഥാടനത്തിന് ക്ഷണിക്കാൻ ചെന്നപ്പോൾ ഞാൻ വരുമല്ലോ എന്നാണ് അദ്ദേഹം ഇങ്ങോട്ട് പ്രതികരിച്ചത്. അങ്ങനെ അത്രമാത്രം ശിവഗിരിയോടും ശിവഗിരി പ്രസ്ഥാനത്തോടും പ്രവർത്തനത്തോടും ആത്മാർത്ഥമായി സഹായിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഇന്ന് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. ഫോട്ടോഗ്രാഫർമാർ ഫോട്ടോഗ്രാഫർമാർ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി നവകേരള സൃഷ്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റാണ് ശ്രീ പിണറായി നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റ്. നവകേരള സൃഷ്ടിയെ സംബന്ധിച്ച് ആലോചിക്കുമ്പോൾ ഇവിടുത്തെ നവോത്ഥാന നായകന്മാരെ കുറിച്ചും നവോത്ഥാന പ്രവർത്തനത്തെക്കുറിച്ചും നവോത്ഥാന പ്രവർത്തനത്തിന് ഇട നൽകിയ നവോത്ഥാന നായകന്മാരെയും ഒരിക്കലും വിസ്മരിക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ നവകേരള സൃഷ്ടിയെ സംബന്ധിച്ച് ആലോചിക്കുമ്പോൾ ഭാരതത്തിന്റെ പ്രത്യേകിച്ചു കേരളത്തിന്റെ നവോത്ഥാന പാരമ്പര്യത്തിന് ഒരു ചാലകശക്തിയായി ശ്രീനാരായണ ഗുരുദേവന്റെ ജീവിതവും ദർശനവും നിലകൊണ്ടു എന്നതിന്റെ അടിസ്ഥാനത്തിൽ നവകേരള സൃഷ്ടിക്ക് ശ്രീനാരായണ ഗുരുദേവന്റെ പങ്കുകൂടി വിലയിരുത്തിക്കൊണ്ടാണ് സംസ്ഥാന സർക്കാർ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് വളരെയേറെ സന്തോഷകരമാണ്. കാരണം ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് ശ്രീനാരായണ ഗുരുദേവൻ വിളംബരം ചെയ്ത് നമുക്ക് ജാതിയില്ല എന്ന വിളംബര സന്ദേശത്തിന്റെ ശതാബ്ദി ആഘോഷം വന്നു ചേർന്നത്. നമുക്ക് ജാതിയില്ല എന്ന വിളംബരത്തിന്റെ ശതാബ്ദി ആഘോഷം ഗുരുദേവ ഭക്തരും മറ്റ് ശ്രീനാരായണ പ്രസ്ഥാനങ്ങളും ഏറ്റെടുക്കുന്നതിന് മുമ്പായി സംസ്ഥാന സർക്കാർ അതിന്റെ ശതാബ്ദി ആഘോഷം ഏറ്റെടുത്തുകൊണ്ട് നാടിന്റെ നാനാഭാഗങ്ങളിൽ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുവാൻ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറാവുകയുണ്ടായി. അതിനുശേഷമാണ് സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദി കടന്നു വന്നത്. 1888 ശ്രീനാരായണ ഗുരുദേവൻ മതേതരത്വത്തിന്റെ മഹിത സന്ദേശം ഈ സമൂഹത്തിന് പകർന്നു നൽകിയുണ്ടായി. മതേതര സ്വതന്ത്ര ഭാരതം അതിന്റെ സ്വാതന്ത്ര്യ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ് ശ്രീനാരായണ ഗുരുദേവൻ മതേതരത്വത്തിന്റെ മഹത്തായ സന്ദേശം